ഹായ് ഗൈസ്, നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എല്ലാ പേരിലും പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ എല്ലാ പേരും ഇത് ഷെയർ ചെയ്യണം. വളർത്തുമൃഗങ്ങളെ പലരും വീട്ടിൽ അംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ കടിച്ചാലും മാന്തിയാലും പലരും അത് കാര്യമായി എടുക്കാറില്ല. എന്നാൽ ഇതിൻ്റെ അപകടാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ UK നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ വളർത്തുനായ നക്കിയതിനെ തുടർന്ന് കൈകാലുകൾ മുറിച്ചു നീക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് മഞ്ജിത് സാങ്ക എന്ന യുവതി. അസുഖം വരുന്നതിന് മുമ്പ് ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്തിരുന്ന മഞ്ജിത് സാങ്ക 2025 ജൂലൈയിലെ ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അസുഖം അനുഭവപ്പെട്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോന്നായി കണ്ടു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ അബോധാവസ്ഥയിലാവുകയും കൈകാലുകൾ തണുത്ത് മരവിക്കുകയും ചുണ്ട് പർപ്പിൾ നിറമാവുകയും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിയ ഉടനെ മഞ്ജിത്തിനെ തീവ്രപരിചരണ വിഭാഗത്തിലാക്കുകയും മുട്ടിന് താഴേക്ക് കാലുകളും കൈകളും മുറിച്ചു നീക്കുകയും ചെയ്തു. ഇതിനിടയിൽ പലതവണ ഹൃദയാഘാതമുണ്ടാവുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശരീരത്തിലുണ്ടായ ചെറിയ മുറിവിൽ നായ നക്കിയതാണ് എല്ലാത്തിനും കാരണമായതെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായത്. അവരുടെ ഭർത്താവ് കാം സാങ്ക പറയുന്നു, ശനിയാഴ്ച 1 മിനിറ്റ് അവൾ നായയുമായി കളിക്കുന്നു. ഞായറാഴ്ച അവൾ ജോലിക്ക് പോയി. തിങ്കളാഴ്ച രാത്രി അവൾ കോമയിലാണ്. അത്ര വേഗത്തിലായിരുന്നു അസുഖം വ്യാപിച്ചത്. നായയുടെ ഉമിനീരിലൂടെ ബാക്ടീരിയ രക്തത്തിലേക്ക് കടന്നതാവാൻ കാരണമെന്നാണ് ഡോക്ടർമാർ കരുതുന്നത്. നായ്ക്കളിലുള്ള കാപ്നോസൈറ്റോഫാഗ കാനിമോസസ് എന്ന ബാക്ടീരിയ മനുഷ്യരിൽ സെപ്സിസിനും മരണത്തിനും വരെ കാരണമാകുന്നതാണ്. സെപ്സിസ് എന്നത് ശരീരം ഒരു അണുബാധയോട് തെറ്റായി പ്രതികരിക്കുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ്. അണുബാധയെ ചെറുക്കുന്ന പ്രക്രിയകൾ ശരീരത്തെ സജീവമാക്കുകയും അവയവങ്ങൾ മോശമായി പ്രവർത്തിക്കാതിരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. കാപ്നോസൈറ്റോഫാഗ കാനിമോസസ് എന്നത് നായയുടെയും പൂച്ചയുടെയും വായിൽ സാധാരണയായി കാണപ്പെടുന്ന അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയയാണ്. ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള അണുബാധയാണ്. രോഗപ്രതിരോധ സംവിധാനം ആരോഗ്യകരമായ കോശങ്ങളെയും അവയവങ്ങളെയും ആക്രമിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് സെപ്സിസ്. ഇത് ശരീരത്തിലുടനീളം വീക്കമുണ്ടാകുവാനും കാരണമാകും. ബാക്ടീരിയയിൽ അണുബാധകളാണ് സെപ്സിസിന്റെ പ്രധാന കാരണം. ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധ, മൂത്രനാളിയെ ബാധിക്കുന്ന അണുബാധ, പിത്തസഞ്ചി, കരൾ എന്നിവയിലെ അണുബാധ, അപ്പൻഡിക്സ്, കേന്ദ്രനാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന അണുബാധ, ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധ തുടങ്ങിയവയൊക്കെ സെപ്സിസിന് കാരണമാകാം. ചർമ്മത്തിൽ ചുവന്ന് തടിക്കുക, മൂത്രത്തിൽ കുറവോ അമിതമായ മൂത്രശങ്കയോ ഉണ്ടാവുക, ഊർജക്കുറവ്, ക്ഷീണം, ഹൃദയമിടിപ്പ് കൂട്ടുക, കുറഞ്ഞ രക്തസമ്മർദ്ദം, പനി, വിറയൽ, ശ്വാസതടസ്സം, വേദന തുടങ്ങിയവയാണ് സെപ്സിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ചികിത്സ വൈകുന്നത് രക്തസമ്മർദ്ദം പൊടുന്നനെ കുറഞ്ഞ് അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം ശ്വാസതടസ്സം ഉണ്ടാവാനും രക്തം കട്ട പിടിക്കാനും വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കാനുമൊക്കെ കാരണമാകുമെന്ന് ഡോക്ടർ വിലയിരുത്തുന്നു. ഏത് അണുബാധയും സെപ്സിസിലേക്ക് നയിച്ചേക്കാം. നിങ്ങൾക്ക് സെപ്സിസിന്റെ ലക്ഷണങ്ങളോ ഭേദമാകാത്ത അണുബാധയോ മുറിവോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.